ഇസ്രായേലും സംയുക്തമായി നടത്തിയ സൈനിക നടപടിക്കിടെ ഇറാനിലെ നദാൻസ് ആണവ കേന്ദ്രത്തിന് നേരെയും ആക്രമണമുണ്ടായെന്ന് ഇറാന്റെ സ്ഥിരീകരണം. UN ആണവ നിരീക്ഷണ ഏജൻസിയായ ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിയിലെ ഇറാൻ അംബാസഡറായ റസ നജാഫിയാണ് ഇതു സംബന്ധിച്ച് സ്ഥിരീകരണം നൽകിയത്. ഞായറാഴ്ചയാണ് നദാൻസ് ആണവ കേന്ദ്രത്തിന് നേരെ ആക്രമണമുണ്ടായതെന്നാണ് ഇറാന്റെ പ്രതികരണം. ഇറാന്റെ സുരക്ഷിതമായ ആണവ കേന്ദ്രങ്ങൾ ഇന്നലെ അവർ വീണ്ടും ആക്രമിച്ചു എന്നായിരുന്നു റസ നജാഫി മാധ്യമങ്ങളോട് പറഞ്ഞത്. ഏതൊക്കെ ആണവ കേന്ദ്രങ്ങളാണ് ആക്രമിക്കപ്പെട്ടതെന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോഴാണ് നദാൻസ് എന്ന ഒറ്റവാക്കിൽ അദ്ദേഹം മറുപടി നൽകിയത്. അതേസമയം ഇറാനിലെ ഏതെങ്കിലും ആണവ കേന്ദ്രങ്ങൾ തകർന്നതിന്റെയോ കേടുപാടുകൾ സംഭവിച്ചതിന്റെയോ ലക്ഷണങ്ങളില്ലെന്ന് IAEA മേധാവി റഫേൽ ഗ്രോസി പറഞ്ഞു. ബഷർ ആണവ പ്ലാന്റ്, ടെഹ്റാൻ റിസർച്ച് റിയാക്ടർ തുടങ്ങിയ കേന്ദ്രങ്ങൾക്കൊന്നും കേടുപാട് സംഭവിച്ചിട്ടില്ലെന്നാണ് റഫേൽ ഗ്രോസി പറഞ്ഞത്. ഇറാനിൽ അധികൃതരുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും പ്രതികരണമൊന്നും ലഭിച്ചില്ലെന്നും IAEA മേധാവി വ്യക്തമാക്കി.